ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്ന് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത്. ഒരുപാട് നാളെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇന്നങ്ങട് ഇന്നലെ വൈകുന്നേരം അങ്ങ് തീരുമാനിച്ചു, ഇന്ന് രാവിലത്തേക്ക് അങ്ങ് പോകാന്ന്. പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ്. ഞാനും ഉണ്ട്, ഇവളുണ്ട്, പിന്നെ അമ്മയുണ്ട് ബാക്കില്. ഇപ്പോ സമയം ഒരു 7:30 ആവാറായിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ, അപ്പൊ ഒരു 10 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പൊ ഹൈവേ ആയതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് എന്തായാലും എത്തും. അപ്പോ അമ്പലപ്പുഴ പാൽപ്പായസം കുടിക്കുന്നതും, പിന്നെ അമ്പലപ്പുഴയില് എങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇവള് 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അമ്മ ആദ്യമായിട്ടല്ല അമ്മ വരുന്നേ? അമ്മ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഇപ്പോ എത്തും. രാവിലെ ഒരു 5 മണിക്ക് ഇറങ്ങാൻ വേണ്ടി വിചാരിച്ചാണ്. പിന്നെ എല്ലാവരുടെ ഒരുക്കവും ഇവളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരു 5:45 ആയപ്പോൾ ഇറങ്ങിയത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ എത്താറായിട്ടുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അമ്പലപ്പുഴ, എന്താണ് അമ്പലപ്പുഴ എന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പാൽപ്പായസം കുടിക്കണം. പാൽപ്പായസം ബുക്ക് ചെയ്യണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം. ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോഴേക്കും ഇപ്പൊ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് തന്നെ 7 മണിയൊക്കെ ആകുമ്പോൾ രസീത് എടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 7:30 ആവാറായിട്ടുണ്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആണ്. പോവാം. അപ്പൊ നമ്മൾ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പേ പാർക്കാണ്. നല്ല രസമുണ്ട്. രാവിലെ ഇങ്ങനെ നടന്ന് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വരാം. നല്ല ഉറക്കായിരുന്നു. വണ്ടി കയറിയപ്പോ ഉറങ്ങാൻ തുടങ്ങിയതാ. നീ എത്രാമത്തെ വയസ്സിലാ ഫസ്റ്റ് ഇവിടെ വന്നത്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം വന്നത്. അതെയാ? അതെന്തെങ്കിലും ഓർമ്മയുണ്ടോ അതിനെ കുറിച്ച്? അവിടെ നിന്ന് പായസം കുടിക്കുന്ന ഓർമ്മയുണ്ട്. പിന്നെ നമുക്ക് മറ്റേ വെണ്ണ കിട്ടത്തില്ലേ, വെണ്ണയിൽ മറ്റേ പഴം മുക്കിയിട്ട് കഴിക്കും. ചെറിയ പഴമില്ലേ, മുക്കിയിട്ട് കഴിക്കും. അത് ഓർമ്മയുണ്ട്. ഇവിടെ ഇപ്പൊ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ രാവിലെയാണ് പായസം എന്നാ പറഞ്ഞത്. ഇവിടെ വരുന്നതിന്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ പായസം കുടിക്കാൻ വേണ്ടിട്ട് കേട്ടോ. കാറിനകത്തിരുന്ന് രണ്ടുപേരും കൂടെ പറയണ്ടത് പായസം എന്നല്ലേ. തല്ല തൊഴുകാന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല ഇവർക്കുള്ളത് തോന്നുന്നു. അവർ വാഷ്റൂമിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഫന്നിയായ വൈബാട്ടോ രാവിലെ വന്നപ്പോൾ. ഇപ്പോൾ പായസത്തിൻ്റെ ചീട്ടെടുക്കാൻ വേണ്ടി പോകണം. അത് തൊഴുതിട്ട് പോകണോ അതോ പായസത്തിന് ചീട്ടെടുക്കണോ എനിക്കറിയത്തില്ല. ആരോടെങ്കിലും ചോദിക്കണം. എന്തായാലും അകത്തേക്ക് പോവാം. ഞങ്ങൾ കുളത്തിലിറങ്ങി കാല് കഴുകുക. അമ്മേ വഴി തെന്നുന്നുണ്ട് കയറിപ്പോ. മീനുണ്ടാവും. ഇവിടെ വലയിട്ടേക്കോ. എൻ്റെ അപ്പുറത്തേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട്. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ വഴിപാട് മാത്രമേ ഉള്ളൂ. പായസത്തിൻ്റെ കൗണ്ടർ വേറെ തന്നെയാണ്. തെക്കേ സൈഡിലാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പോൾ വന്ന കാര്യത്തിൻ്റെ ആദ്യത്തെ ഉദ്ദേശം നടന്നു. പായസത്തിനുള്ള ചീട്ട് കിട്ടിയിരിക്കുകയാണ്. 1 ലിറ്ററിന് 250 രൂപ കേട്ടോ. 8:30 ആകുമ്പോഴത്തേനും ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതായത് തൊഴുത് കഴിഞ്ഞിട്ട് പായസം മേടിക്കാം. വെണ്ണ കുടിച്ചതാ. എണ്ണയും നെയ്യും മുഖത്ത് മൊത്തമായി. തലവഴി ഒഴിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കൈ കഴുകാൻ വേണ്ടി പോവാം. ഇത് പായസത്തിനുള്ള ക്യൂ കേട്ടോ. 8:30 കൊടുക്കുമെന്ന് പറഞ്ഞാണ്. ഇപ്പോൾ സമയം 9 മണിയായി. ക്ഷീണിച്ചു കഴിഞ്ഞു. പരിവായി. ഇത് ശരിക്കും ഇവിടെ ഉത്സവം ആയതുകൊണ്ടാണ് രാവിലെ പായസം തരുന്നത്. അല്ലെങ്കിൽ പായസം കിട്ടാൻ 1 മണി കഴിയും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഭാഗ്യമായി. രാവിലെ വന്നുകൊണ്ട് കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങൾ പായസം വണ്ടിക്കകത്ത് കൊണ്ടുവെക്കാൻ വേണ്ടി പോകട്ടോ. ഇപ്പോൾ ശിവേലിക്ക് വേണ്ടി നട അടച്ചേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം തൊഴാൻ വേണ്ടിയിട്ട്.
അപ്പോൾ രാവിലെ വന്ന സമയത്ത് തന്നെ നട അടച്ചതെന്ന് വെച്ചാൽ നിവേദ്യത്തിന് വേണ്ടി നട അടച്ചായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് തൊഴാന്ന് വേണ്ടി വിചാരിച്ചതാണ്. അപ്പോൾ സ്പോട്ടിൽ തന്നെ നിവേദ്യം കഴിഞ്ഞ ഉടനെ തന്നെ തൊഴാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് പായസം മേടിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് തൊഴാൻ പറ്റിയില്ല. ആണോ? ഇപ്പോൾ പായസം ഉച്ച സമയത്താണ് ശരിക്കും കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഉത്സവം ആയതുകൊണ്ടാണ് ഈ സമയത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും കിട്ടും കേട്ടോ പായസം. ഞങ്ങൾക്ക് ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, എപ്പോഴാണ് പായസം കിട്ടുമോ, എപ്പോഴാണ് കൊടുക്കുന്നതെന്നൊക്കെ ഒരു ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ഈ പായസത്തിൻ്റെ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ആരും സംശയങ്ങളൊന്നും വേണ്ട, എല്ലാവർക്കും പായസം കിട്ടും. പണ്ട് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല. ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ തെക്കേ നടയിൽ വന്നിട്ട് കൗണ്ടറിൽ രസീത് എടുത്താൽ മതി. അപ്പോൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തൊഴുതു ഇറങ്ങി. ഇപ്പോൾ ഉത്സവം ആയതുകൊണ്ട് നട അടയ്ക്കും തുറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ടൈമിംഗ് ഒന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് തൊഴാനൊന്നും പറ്റിയത്. നാലോത്സവമാണ്. അമ്മ ഞാൻ ശരിക്കും കണ്ടു തൊഴുതോ? അമ്മ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊഴുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി പറയുന്നു, ഒരുപാട് നാളായി പറയുന്നു ഇവിടെ വരണം എന്ന്. എന്തായാലും അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വണ്ടി എടുക്കുക, വീട്ടിലേക്ക് പോവുക. 2 ആനയുണ്ടോ? ഇല്ല, 1 ആനയുള്ളൂ കേട്ടോ. 1 ആനയുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടപ്പോൾ 2 ആന പോലെ തോന്നിയായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈക്കത്തെത്തി കേട്ടോ. അമ്പലപ്പുഴയിൽ നിന്ന് നേരെ വൈക്കത്ത് എൻ്റെ കസിൻ ചേച്ചിയുടെ വീടുണ്ട്, അങ്ങോട്ട് വന്നിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് വൈക്കം ബീച്ച്. അല്ലേ, ചേച്ചിയുടെ 2 മക്കളാണ്. 2 പേരെ ഒന്ന് പരിചയപ്പെടുത്തു. പേര് പറ. അവൻ്റെ റോഹിത്ത്, അവൻ്റെ ഋഷികേഷ്. അവൻ ഭയങ്കരമായിട്ട് അവൻ LKG പഠിക്കണേ. LKG 4 അവൻ LKG. അവൻ LKG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഋഷികേഷ് എത്രയില്ല? 7. വീട്ടിൽ നന്ദു ആൻഡ് കണ്ണൻ. അവരൊക്കെ അവിടെ നിന്ന് പരദൂഷണമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുവരെ വീടെത്തിയിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച്, ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈക്കം ബീച്ചിൻ്റെ അടുത്ത്, ബീച്ചിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നു. നല്ല കാറ്റ്. യെസ്, പറയൂ. എങ്ങനെ? ഇതാണ് ചേച്ചി. വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ എൻ്റെ ചാനലിൽ. ഭയങ്കര ഭാഗ്യം കേട്ടോ, ഫസ്റ്റ് ടൈം അല്ലേ? വീഡിയോസ് കാണാറുണ്ട്. ഭയങ്കര നല്ല രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മയും ചേച്ചിയും മക്കളും കൂടെ ഇങ്ങനെ നടന്നൊക്കെ പോവാ സൈഡിൽ കൂടെ. നല്ല കാറ്റ്. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി പായസം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുടിച്ചില്ല. വാവ്, പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം എങ്ങനെയുണ്ട്? നല്ല പേര്. അപ്പോൾ പായസം കുടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? 2 കുഴഞ്ഞ്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ഒരു അമ്പലപ്പുഴ പാൽപ്പായസം എങ്ങനെ മേടിക്കുക എന്നുള്ളൊരു വീഡിയോസാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോകുമ്പോൾ അതെ, രാവിലെ പായസം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉച്ചക്കാണ്. അപ്പോൾ ഉച്ച കണക്കൂട്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ പോയത്. കാരണം ബുക്ക് ചെയ്യണമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ വൈക്കത്തൊക്കെ പോയി ഇപ്പോൾ എത്തിയോളൂ വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കുക. എന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അനീഷ് ആൻഡ് ആര്യ. ബൈ.